എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Hobbies Diapers. Skywave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. ശോഭിക വെഡിങ്സ്, കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നമുക്കറിയാം, അപേക്ഷ കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം 4 മാസത്തോളമായി. അതിൻ്റെ പല ഘട്ടങ്ങളും കഴിഞ്ഞ് ഫൈനൽ ഹിയറിംഗ് ആയിരുന്നു. സ്വാഭാവികമായിട്ടും അതിന് NOC നൽകേണ്ട റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, തഹസിൽദാർ, ഫോറസ്റ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ പോലീസ്, ഈ 3 വിഭാഗത്തിൻ്റെയും NOCയുടെ അടിസ്ഥാനത്തിൽ ആണ് കളക്ടർ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. അതിൽ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്, ഫോറസ്റ്റ് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പോലീസ് കൊടുത്ത റിപ്പോർട്ട് വളരെ മോശമാണ്. തോക്ക് പോയിട്ട് ഒരു തോക്കിൻ്റെ കവർ പോലും കൊടുക്കരുത് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഞാൻ പറയുന്നു, കഴിഞ്ഞ ഈ 3-4 മാസത്തിന് ഞാൻ ഈ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതിന് ശേഷം നിരവധി കേസുകൾ പല വിവിധ പോലീസ് സ്റ്റേഷനിൽ, എനിക്കന്നെ അറിയില്ല ഇപ്പോൾ എത്ര ഉണ്ടത്. ഇപ്പം അതിൽ ഇപ്പോൾ കളക്ടർ പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ 6-7 കേസുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കലാപാഹ്വാനമുണ്ടാക്കാൻ ഞാൻ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. പിന്നെ പോലീസ് സേനയിലെ വയർലെസ് ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമം നടത്തി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ വിശദമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഇപ്പോൾ എന്നെ എനിക്ക് കയ്യിൽ തരില്ല. കളക്ടർക്ക് എൻ്റെ അടുത്ത് നിന്ന് കേൾക്കാനുള്ള എൻ്റെ ഹിയറിങ് ഞാൻ എന്താണ് പറയാനുള്ളത്, അത് അദ്ദേഹം ഹിയർ ചെയ്ത് കഴിഞ്ഞു. ഇനി അതിനെ ബേസ് ചെയ്തുകൊണ്ട് ഇത് റിജക്റ്റാണ്, ലൈസൻസ് തരാൻ വിഷയം കഴിയില്ല എന്ന് കളക്ടർ പറഞ്ഞു. കാരണം കളക്ടറുടെ അധികാര പരിധിയിലുള്ള കാര്യങ്ങളല്ല, ഈ NOCയുടെ ബേസ് ചെയ്തിട്ടാണ് ലൈസൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ പോലീസ് അങ്ങനെ ഒരു നിലപാടെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലൈസൻസ് കിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ നമുക്കതിൽ ലീഗൽ സ്റ്റെപ്സ് എടുക്കണമെങ്കിൽ ഇത് റിജക്റ്റ് ചെയ്തുകൊണ്ടുള്ള കളക്ടറുടെ റിപ്പോർട്ട്, റിജക്ഷൻ ഡോക്യുമെൻ്റ് നമുക്ക് നൽകണം. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഒരു നിലയ്ക്ക് ലൈസൻസ് കിട്ടരുത് എന്നുള്ളതാണ് P. ശശിയുടെ ആവശ്യം. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞു, ഈ കേസ് അദ്ദേഹം തന്നെ കൊടുത്ത 2-3 കേസുണ്ട്, അത് ഡിഫമേഷനാണ്. അതിനെ എന്താ പറയുക, ഒരു വലിയ രീതിയിൽ ഇതിനെ ബാധിക്കില്ല. പക്ഷേ ഞാൻ കലാപാഹ്വാനം ഉണ്ടാക്കാൻ പരിശ്രമം നടത്തി, പോലീസിൻ്റെ ഈ പറയുന്ന വയർലെസ് അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തെയൊക്കെ ഞാൻ ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് 1-2 കേസ് അതൊക്കെ പോലീസ് സ്റ്റേഷനുണ്ട്. എനിക്കിതുവരെ നോട്ടീസൊന്നും വന്നിട്ടില്ല. പക്ഷേ അത് FIR ആയിട്ടുണ്ട് എന്ന് ഇപ്പോൾ കളക്ടർ വായിച്ചു തന്ന പോലീസ് എന്ന റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കുന്നു. ലൈസൻസ് ലഭിക്കില്ല എന്നുള്ളത് തന്നെയാണ് തോക്കിന്. അതെ, ഇപ്പോഴത്തെ പോലീസിൽ നിന്ന് NOC കിട്ടിയിട്ടില്ല, ലഭിക്കില്ല. അത് ഇനിയിപ്പോൾ നമ്മൾക്കത് ഈ റിപ്പോർട്ട് വെച്ചിട്ട് ഹൈക്കോടതിയെ സമീപിക്കാനേ അതിന് സാധ്യമാകുള്ളൂ. ഇല്ല, പ്രതികാരം മാത്രമല്ലേ ഉള്ളൂ. ഇപ്പോൾ ഇങ്ങനെ ശശി വീട്ടിയോണ്ട് എന്താ പറയുക, തീരുന്ന ഒരു പ്രതികാരത്തിൽ അത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപേക്ഷ റിജക്ട് ചെയ്തതല്ലേ കളക്ടർ പറഞ്ഞു. ഇനി ആ ഡോക്യുമെന്റ് തരാനേ ഉള്ളൂ. ഇങ്ങനെ ഈ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് കളക്ടറുടെ ഒരു ഹിയറിംഗ് സാധാരണ ഉണ്ടാവാറുണ്ടോ? ഫൈനൽ ഹിയറിംഗ് SP ഇല്ല. SP ഇപ്പോൾ സ്വാഭാവികമായിട്ടും SPക്ക് വേണമെങ്കിൽ തന്നെ ഹിയർ ചെയ്യാം. ഇങ്ങനെയൊക്കെ പരാതികളുണ്ട്, ഇതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളതെന്ന് സ്വാഭാവികമായിട്ടും അത് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അടിസ്ഥാനരഹിതമായിട്ട് ഈ ലൈസൻസ് കിട്ടരുത് എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ്. കാരണം അവിടെ പരാതി കൊടുക്കുന്നു, FIR ഇടുന്നു. ആ FIRന്റെ കാര്യമാണ് ഈ പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. സ്വാഭാവികമായിട്ട് ആ പരാതി കൊടുത്താൽ എന്നെ വിളിച്ച് അന്വേഷിക്കണല്ലോ, ഞാൻ പ്രതിയായിട്ടാണല്ലോ ഒരു FIR ഇടുന്നത്. അങ്ങനെ ഒരു സംഭവം പോലീസിൽ നിന്നൊരു ഹിയറിംഗ് എന്നെ വിളിക്കുകയോ ചോദ്യം ചെയ്യുകയോ കാര്യങ്ങൾ മനസ്സിലാക്കുകയോ ചെയ്തിട്ടില്ല. പോലീസ് ഏകപക്ഷീയമായി കൊടുത്ത റിപ്പോർട്ടാണ്. അങ്ങയുടെ വീട്ടില് അങ്ങയുടെ അക്ഷരത്തോളം സുരക്ഷ ഏർപ്പെടുത്തി കഴിഞ്ഞു, ഗൺമാന്മാർ അങ്ങയുടെ കൂടെയാണ്. അത് സാധനത്തിൽ ഒരു ഗണ്ണിന്റെ ആവശ്യമുണ്ടോ? ശരി അല്ല, അത് രണ്ടാണ്. ഈ പറയുന്നപ്പോൾ എനിക്ക് 4 ഗൺമാന്മാരുണ്ട്. ഇപ്പോൾ വീടിന് പോലീസ് സുരക്ഷയുണ്ട്. ഇതൊക്കെ ഏത് നിമിഷവും പിൻവലിക്കാവുന്നതാണ്. അത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് ഒരു ഫോൺ മെസ്സേജ് കൺസെന്റ് SPക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിമിഷം കൊണ്ട് പിൻവലിക്കാൻ സാധിക്കും. ഗൺ ലൈസൻസ് എന്നാൽ ഒരിക്കലും ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പോലീസിന് ഇത് പിൻവലിക്കാൻ കഴിയില്ല, അത് നമ്മുടെ കയ്യിലുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ലൈസൻസ് കിട്ടരുത് എന്ന ദുരുദ്ദേശത്തോട് കൂടി കൊടുത്ത പെറ്റീഷനുകളാണ്. അല്ലെങ്കിൽ പോലീസ് തന്നെ ഹിയർ ചെയ്യുന്നുണ്ട്, അതുണ്ടായിട്ടില്ലല്ലോ. ഏകപക്ഷീയമായിട്ട് കളക്ടർക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു.
ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.